നമസ്കാരം. ഇതുവരെയുള്ള വാർത്തകൾ സമഗ്രമായി പരിശോധിക്കാം. 1 PM ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം വാർത്തകൾ വിശദമായി. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയാ പിഴവിൽ സിസ്റ്റത്തെ പഴിച്ച് തലയൂരാൻ ഡോക്ടേഴ്സ്. വീഴ്ചയിൽ ഡോക്ടേഴ്സിന് കൈ കഴുകാൻ കഴിയില്ല എന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നുമാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പ്രതികരണം. വണ്ടാനം മെഡിക്കൽ കോളേജിലെ ഗുരുതര ചികിത്സാ പിഴവിന്റെ വാർത്ത ഇന്നലെ 24 പുറത്തുകൊണ്ടുവന്നതിന് പിന്നാലെ വിഷയത്തിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. ശസ്ത്രക്രിയയിൽ വീഴ്ച സമ്മതിക്കുന്നുണ്ടെങ്കിലും ആൾക്ഷാമം ഉൾപ്പെടെ പരിമിതികൾ ചൂണ്ടിക്കാട്ടുകയാണ് വണ്ടാനം മെഡിക്കൽ കോളേജ് അധികൃതർ. കോവിഡ് സമയത്തായിരുന്നു ശസ്ത്രക്രിയയെന്നും ഡോക്ടേഴ്സിന്റെ വാദം. 5 അല്ല 50 വർഷം ജീവിച്ചാലും ഒന്നും സംഭവിക്കത്തില്ല. വരാൻ പാടില്ല, ഇൻസ്ട്രുമെന്റ് വരാൻ പാടില്ല എന്നുള്ളതിന് സംശയമില്ല. പക്ഷെ എന്തുകൊണ്ട് വന്നു എന്നുള്ളത് ഇപ്പം ഒരാളുടെ തലയിൽ കെട്ടിയ സിസ്റ്റത്തിലാണ് അതിന്റെ ഫെയിലിയർ. എന്തുകൊണ്ട് ബോർഡ് വെച്ച് എഴുതാനുള്ള സ്റ്റാഫില്ല. ഉഷയ്ക്ക് സർജറി നടത്തിയത് ഡോക്ടർ ഷാഹിദയെന്നും അന്ന് യൂണിറ്റ് ചുമതലയുണ്ടായിരുന്നത് ഡോക്ടർ ലളിതാംബികയ്ക്കാണെന്നും മെഡിക്കൽ കോളേജ് അധികൃതർ. എന്നാൽ ശസ്ത്രക്രിയ നടത്തിയത് ഓർമ്മയില്ല എന്നാണ് ഇരുവരുടെയും പ്രതികരണം. ശരിക്കും ഞാൻ ലളിതാംബിക മാഡത്തിന്റെ കീഴിലാണ് വർക്ക് ചെയ്തത്. അപ്പൊ മാഡത്തിന്റെ കേസൊക്കെ നമ്മളാണ് ചെയ്യുന്നത്. കൃത്യമായിട്ട് ഇത് ഓർമ്മയില്ല. ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് അങ്ങനെയാണ്. അവിടെ ഡിഫിക്കൽറ്റി വരുമ്പോ നമ്മൾ കയറും. മനസ്സിലായില്ലേ? ഡോക്ടേഴ്സിന് കൈ കഴുകാനാകില്ലെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ മറുപടി. ഈ പറയുന്ന വ്യക്തികളുടെ അനുഭവത്തിൽ ഈ പ്രശ്നം ഉണ്ടായാൽ സമ്മതിക്കുമോ? അതിനനുവദിക്കുമോ? എന്തായിരിക്കും ഇവിടുത്തെ സ്ഥിതി? അങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ നിസ്സാരവൽക്കരിക്കാൻ കഴിയില്ല. ഈ പ്രൊസീജിയറുകൾ നടക്കുമ്പോൾ പ്രോട്ടോകോൾ അനുസരിച്ചിട്ടുള്ള ആളുകൾ അവിടെ ഉണ്ട് എന്നുള്ളത് ഉറപ്പാക്കി തന്നെയാണ് ചെയ്യുന്നതും ചെയ്യേണ്ടതും. ചെയ്തില്ലെങ്കിൽ ചെയ്യുന്ന ആളുകളുടെ ഉത്തരവാദിത്തമാണ്. അതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നല്ലേ പറയുന്നത്. അതിലും ഗൗരവതരമാണ്. ശസ്ത്രക്രിയാ പിഴവ് അന്വേഷിക്കുന്ന വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് പോലീസിന് കൈമാറും. ഡോക്ടേഴ്സ് സ്വകാര്യ പ്രാക്ടീസ് നടത്തിയെങ്കിൽ അതും അന്വേഷിക്കുമെന്നാണ് ആരോഗ്യമന്ത്രി അറിയിച്ചത്. 24 ആലപ്പുഴ. ആലപ്പുഴ പുന്നപ്ര സ്വദേശി ഉഷ ജോസഫിന്റെ വയറ്റിലെ കത്രിക നീക്കം ചെയ്യാനുള്ള ശസ്ത്രക്രിയ നാളെ. കൊച്ചി അമൃത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഉഷയുടെ CT സ്കാനിംഗ് പൂർത്തിയായി. ഉഷയുടെ ചികിത്സാ ചെലവ് സർക്കാർ വഹിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് കുടുംബത്തെ അറിയിച്ചു. നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നാണ് കുടുംബത്തിന്റെ പ്രതികരണം. ഇന്നലെ രാത്രിയോടെയാണ് ഉഷ ജോസഫിനെ കൊച്ചി അമൃത ആശുപത്രിയിൽ എത്തിച്ചത്. ആദ്യം അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച ഉഷയെ പിന്നീട് ഗ്യാസ്ട്രോയിലേക്ക് മാറ്റി. രാവിലെ തന്നെ CT സ്കാനും എടുത്തു. വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി വേണമെന്ന് ഉഷ ജോസഫിന്റെ മകൻ ഷിബിൻ. ഇതിനെതിരെ നമുക്ക് നടപടി നമുക്ക് വേണമല്ലോ. ഇപ്പൊ പിന്നെ കേസിലോട്ട് മുന്നോട്ട് പോകാൻ വിചാരിച്ചു. നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. ഇതിപ്പോ നമുക്ക് വന്ന പോലെ വേറെ ആർക്കും വരാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഇതിപ്പോ ഇഷ്യൂ ആക്കിയിരിക്കുന്നത്. അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം അമ്പലപ്പുഴ പോലീസിൽ പരാതി നൽകും. ഉഷയുടെ ചികിത്സാ ചെലവുകൾ സർക്കാർ വഹിക്കുമെന്ന് മകൻ ഷിബിനെ ഫോണിൽ വിളിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉറപ്പു നൽകി. കുടുംബത്തിനൊപ്പമെന്നും മന്ത്രി. ഇതിനിടെ കോൺഗ്രസ് നേതാക്കളായ രമേശ് ചെന്നിത്തല, ഷാനിമോൾ ഉസ്മാൻ തുടങ്ങിയവർ ആശുപത്രിയിലെത്തി ഉഷയെ കണ്ടു. 24 കൊച്ചി. ആരോഗ്യ കേരളത്തിന് വലിയ നാണക്കേടുണ്ടാക്കിയാണ് സമീപകാലത്ത് വിവിധ സർക്കാർ ആശുപത്രികളിൽ നിന്ന് പിഴവുകളുടെ വാർത്തകൾ തുടർച്ചയായി പുറത്തുവന്നത്. സിസ്റ്റത്തിന്റെ വീഴ്ച ഡോക്ടേഴ്സ് ഉൾപ്പെടെ തുറന്നു പറഞ്ഞിട്ടും പിഴവുകൾ ആവർത്തിക്കുകയാണ് എന്നത് ഗൌരവതരമാണ്. കുറ്റകരമായ അനാസ്ഥ വെളിവാക്കുന്ന സംഭവങ്ങളിലൂടെ കേരളത്തെ ഞെട്ടിച്ച ചികിത്സാ പിഴവ് കേസുകളിലൊന്നായിരുന്നു ഹർഷീനയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവം. 2017 നവംബറിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടന്ന പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക മറന്നുവച്ചതാണ് സംഭവം. 2022 സെപ്റ്റംബർ 17 കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ ഇത് ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുക്കുകയായിരുന്നു. പോലീസ് അന്വേഷണത്തിൽ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും ഭാഗത്ത് പിഴവുണ്ടായതായി കണ്ടെത്തി. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ 2023 മാർച്ച് 22 നടന്ന തൈറോയിഡ് ശസ്ത്രക്രിയയിലാണ് കാട്ടാക്കട കിള്ളി സ്വദേശി സുമയ്യയുടെ നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയത്. ഇതേ തുടർന്ന് സുമയ്യയ്ക്ക് പലവിധ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി. 2025 മാർച്ച് 2 നെഞ്ചിന്റെ എക്സ്റേ എടുത്തപ്പോഴാണ് ഗൈഡ് വയർ കുടുങ്ങിക്കിടക്കുകയാണെന്ന് കണ്ടെത്തിയത്. പുറത്തെടുത്താൽ അപകട സാധ്യതയുള്ളതിനാൽ ഗൈഡ് വയർ ഇതുവരെ പുറത്തെടുക്കാനായില്ല. വയനാട് മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ വർഷം ഒക്ടോബർ 20 മാനന്തവാടി സ്വദേശിയായ ദേവിയുടെ പ്രസവത്തിനിടെ ശരീരത്തിനുള്ളിൽ കോട്ടൺ തുണി കുടുങ്ങിയത്. രക്തസ്രാവം തടയാൻ വെച്ച തുണി പുറത്തെടുക്കാൻ മറക്കുകയായിരുന്നു. 75 ദിവസത്തിനു ശേഷം ഡിസംബർ 29 തുണി തനിയെ പുറത്തു വന്നത്. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്ലാസ്റ്റർ ഇട്ടതിലെ അപാകത മൂലം 9 വയസ്സുകാരി വിനോദിനിയുടെ കൈ മുറിച്ചു മാറ്റാനിടയാക്കിയ സംഭവമായിരുന്നു മറ്റൊന്ന്. 2025 സെപ്റ്റംബർ 24 വീണു പരിക്കേറ്റതിനെ തുടർന്ന് കൈയിൽ പ്ലാസ്റ്റർ ഇട്ട് വീട്ടിലേക്ക് വിട്ടയക്കുകയായിരുന്നു. തുടർന്ന് പ്ലാസ്റ്റർ ഇട്ടതിലെ അപാകത മൂലം രക്തയോട്ടം നിലച്ചതിനാൽ കുട്ടിയുടെ വലത് കൈ മുറിച്ചു മാറ്റേണ്ടി വന്നു. ആശുപത്രി അധികൃതർ ചികിത്സാ പിഴവ് നടന്നതായി സമ്മതിച്ചു. കോന്നി മെഡിക്കൽ കോളേജിൽ കോന്നി അരുവാപ്പലം സ്വദേശിയായ 14-കാരൻ തൻസീറിന്റെ ഒടിഞ്ഞ കൈ ശസ്ത്രക്രിയയ്ക്ക് പിന്നാലെ വളഞ്ഞുപോയെന്ന് പരാതി ഉയർന്നിരുന്നു.
2025 നവംബർ 15-നാണ് പ്ലാസ്റ്റർ ഇട്ടത്. 2.5 മാസത്തിനു ശേഷം ഈ വർഷം ഫെബ്രുവരി 2-ന് പ്ലാസ്റ്റർ മാറ്റിയപ്പോൾ കൈ വളഞ്ഞുപോയെന്നാണ് പരാതി. ഇതിന് പിന്നാലെയാണ് 5 വർഷങ്ങൾക്ക് മുൻപ് 2021 മെയ് 3-ന് ആലപ്പുഴ വണ്ടാനം സർക്കാർ മെഡിക്കൽ കോളേജിൽ ഗർഭപാത്രം നീക്കം ചെയ്യൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ പുന്നപ്ര 40 ചിറയിൽ ഉഷ ജോസഫിന്റെ വയറ്റിൽ നിന്നും കത്രിക കണ്ടെത്തിയത്. ഒരാഴ്ച മുമ്പ് മൂത്രത്തിലൂടെ രക്തം വരാൻ തുടങ്ങിയതോടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നടത്തിയ എക്സ്റേ പരിശോധനയിലാണ് കത്രിക കണ്ടെത്തിയത്. റിസർച്ച് ഡെസ്ക് 24. സിസ്റ്റത്തിന്റെ വീഴ്ചയുടെ ഉദാഹരണമായി ആലപ്പുഴ ചേർത്തലയിൽ നിന്ന് മറ്റൊരു ചികിത്സാ പിഴവ് ആരോപണം. മുറിവിൽ ചില്ല് വെച്ചുകെട്ടിയെന്ന ചേർത്തല സ്വദേശി രാധാകൃഷ്ണ പിള്ളയാണ് പരാതിയുമായി എത്തിയത്. 63 ദിവസത്തിനു ശേഷം സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ ശസ്ത്രക്രിയയിലൂടെ ചില്ല് നീക്കം ചെയ്യുകയായിരുന്നു. കഴിഞ്ഞ ഡിസംബർ 16-ന് രാധാകൃഷ്ണപിള്ള സഞ്ചരിച്ച ഓട്ടോറിക്ഷ അപകടത്തിൽപ്പെട്ടു. ഓട്ടോറിക്ഷയുടെ മുൻഭാഗത്തെ ചില്ല് വലതുകൈയിലൂടെ തുളഞ്ഞു കയറിയിരുന്നു. ചികിത്സ തേടിയത് ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ. മുറിവ് വൃത്തിയാക്കാതെ ഡ്യൂട്ടി ഡോക്ടർ വെച്ചുകെട്ടി. 63 ദിവസം മുറിവിൽ ചില്ല് കഷ്ണങ്ങളുമായി വേദന സഹിച്ചു. പിന്നീട് സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ ചികിത്സയിലാണ് പിഴവ് കണ്ടെത്തിയതും പരിഹരിച്ചതും. അത് കഴിഞ്ഞ് ഞാൻ നേരെ ഗവൺമെന്റ് ആശുപത്രിയിൽ ചെന്ന് അവിടെ അവരൊന്നും ചെയ്തില്ല. നേരെ കഴുകി സ്റ്റിച്ചിട്ട് പിടിയായിരുന്നു. 14 സ്റ്റിച്ചോളം ഉണ്ടായിരുന്നു. സ്റ്റിച്ചിട്ട് പിടിയായിരുന്നു. അത് കഴിഞ്ഞ് രണ്ട് മാസത്തോളം വെറുതെ വീട്ടിൽ കുത്തിയിരുന്നു. നമ്മളിപ്പോ ഇത് പോയെന്ന് പറഞ്ഞാൽ എന്റെ കയ്യിൽ നിന്ന് ഈ ക്ലാസ് എടുത്ത് പഠിക്കാൻ പോയായിരുന്നു. അപ്പൊ ഇനി മേലാല് ആർക്കും ഇതൊരു ഉണ്ടാകരുത്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകരുത്. ഗവൺമെന്റ് ആശുപത്രിയാണ്, നമ്മൾ പാവപ്പെട്ടവർ ചെല്ലുന്ന ഗവൺമെന്റ് ആശുപത്രിയിലാണ്. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം ആർക്കും ഉണ്ടാകരുത്. സംഭവത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് രാധാകൃഷ്ണപിള്ള പരാതി നൽകി. അന്വേഷണം നടത്തിയ ശേഷം നടപടിയെന്നാണ് മെഡിക്കൽ ഓഫീസറുടെ മറുപടി. 24 ആലപ്പുഴ. തിരുവനന്തപുരം പേരൂർക്കട ESI ആശുപത്രിയിലെ പ്രതിസന്ധിക്ക് താൽക്കാലിക പരിഹാരം. സ്ഥലം മാറ്റിയവർക്ക് പകരമായി സർജൻ നാളെ ആശുപത്രിയിൽ എത്തുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. ഡോക്ടേഴ്സ് തമ്മിലുള്ള ചേരിപ്പോരിനെ തുടർന്ന് സർജനെയും അനസ്തീഷ്യ വിഭാഗത്തിലെ ഡോക്ടറെയും സ്ഥലം മാറ്റിയിരുന്നു. ഡോക്ടേഴ്സിന്റെ തർക്കത്തെ തുടർന്ന് ശസ്ത്രക്രിയ മുടങ്ങിയ വാർത്ത 24 പുറത്തു കൊണ്ടുവന്നതിനെ തുടർന്നാണ് സർക്കാരിന്റെ ഇടപെടൽ. പേരൂർക്കട ESI ആശുപത്രിയിൽ ഡോക്ടർമാർ തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് 2 ദിവസങ്ങളിലായി 6 ശസ്ത്രക്രിയകൾ മുടങ്ങിയിരുന്നു. ഇതേ തുടർന്ന് ഇന്നലെ സർജൻ ഡോക്ടർ KG ഗണേഷിനെയും അനസ്തേഷ്യ വിഭാഗത്തിലെ ഡോക്ടർ ബിനിൽ കുമാറിനെയും സ്ഥലം മാറ്റി. പകരം ഡോക്ടേഴ്സ് ചുമതലയേൽക്കാത്തതിനാൽ ഇന്നും ആശുപത്രിയിൽ ശസ്ത്രക്രിയ നടന്നില്ല. എന്നാൽ പ്രശ്നം പരിഹരിച്ചതായും നാളെ മുതൽ ESI ആശുപത്രി പഴയപടി പ്രവർത്തിക്കുമെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ഒരു അന്വേഷണം നടത്തിയ ശേഷമാണ് ഒരു ക്രമീകരണം എന്നുള്ള നിലയിൽ സ്ഥലം മാറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടത്തിയത്. അതിൻ്റെ ഒരു കുറവ് ഒരു ദിവസത്തേക്കുണ്ടാകും. നാളെ മുതൽ കാര്യങ്ങൾ നോർമലായി മുന്നോട്ട് പോകും. ഡോക്ടർമാർ തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് ശസ്ത്രക്രിയകൾ മുടങ്ങിയ സംഭവം 24 ആണ് പുറത്തുവിട്ടത്. സംസ്ഥാന തൊഴിൽ വകുപ്പിന്റെ നിയന്ത്രണത്തിലാണ് പേരൂർക്കട ESI ആശുപത്രി. 24 തിരുവനന്തപുരം. 24 മെഗാ ബ്രേക്ക്. തൃശൂർ പൂരം കലക്കൽ റിപ്പോർട്ടിനെതിരായ വിമർശനത്തിൽ VS സുനിൽകുമാറിന് CPIയുടെ ശാസന. മന്ത്രി കെ രാജൻ നേതൃത്വത്തെ അതൃപ്തി അറിയിച്ചതിനെ തുടർന്നാണ് CPI തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവിൽ സുനിൽകുമാറിനെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ശാസിച്ചത്. പുറത്തുവരാത്ത റിപ്പോർട്ടിനെ പറ്റി നേതാക്കൾ ചർച്ച നടത്തരുതെന്ന് ബിനോയ് വിശ്വം മാധ്യമങ്ങളോടും പറഞ്ഞു. പൂരം കലക്കലുമായി ബന്ധപ്പെട്ട ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിനെതിരെ VS സുനിൽകുമാർ നടത്തിയ പ്രതികരണമാണ് CPIക്കകത്ത് വിവാദമായിരിക്കുന്നത്. പൂരം കലക്കലിന്റെ ഉത്തരവാദിത്തം തിരുവമ്പാടി ദേവസ്വം എന്നായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ട്. ഇതിനെതിരെ രംഗത്ത് വന്ന VS സുനിൽകുമാർ 1-ാം പ്രതി അന്നത്തെ കളക്ടറാണെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. റവന്യൂ വകുപ്പിനെ കൂടി പ്രതികൂട്ടി നിർത്തുന്ന സുനിൽകുമാറിന്റെ വിമർശനത്തിൽ മന്ത്രി കെ രാജൻ CPI തൃശൂർ ജില്ലാ നേതൃത്വത്തെയും സംസ്ഥാന നേതൃത്വത്തെയും അതൃപ്തി അറിയിച്ചു. തുടർന്നാണ് ഇന്നലെ ചേർന്ന തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവിൽ സുനിൽകുമാറിനെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ശാസിച്ചത്. ജില്ലാ കളക്ടറാണ് 1-ാം പ്രതി എന്ന് പറയാൻ ആരാണ് ചുമതലപ്പെടുത്തിയെന്ന് ചോദിച്ച ബിനോയ് വിശ്വം മേലിൽ ഇത്തരം വിമർശനങ്ങൾ ആവർത്തിക്കരുതെന്നും താക്കീത് നൽകി. സുനിൽകുമാറിന്റെ വിമർശനത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളോടുള്ള ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണത്തിലും അതൃപ്തി വ്യക്തമാണ്. ചർച്ചയില്ല അതിനെപ്പറ്റി. ഇപ്പോൾ ചർച്ചക്കാർ പോകാൻ പാടില്ല. ഈ സമയത്ത് ആരും കാണാത്ത റിപ്പോർട്ട്, ആ റിപ്പോർട്ടിനെ പറ്റി ചാടിക്കയറി ചർച്ചയ്ക്ക് CPI പോകാൻ പാടില്ല. അതാണ് CPI തീരുമാനം. റവന്യൂ വകുപ്പിനെ പ്രതികൂട്ടി നിർത്തുന്ന പ്രതികരണത്തിൽ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളും സുനിൽകുമാറിനെ രൂക്ഷമായി വിമർശിച്ചു. പൂരം കലക്കിയതിൽ ജില്ലാ കളക്ടറാണ് 1-ാം പ്രതിയെങ്കിൽ റവന്യൂ മന്ത്രിയും പ്രതിയാകില്ലേ എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ടായിരുന്നു വിമർശനം. പോലീസിനെ വെള്ളപൂശുന്ന റിപ്പോർട്ടിനെയാണ് താൻ വിമർശിച്ചതെന്നായിരുന്നു സുനിൽകുമാറിന്റെ വിശദീകരണം. R. ശ്രീജിത്ത്, 24 തിരുവനന്തപുരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്കാണ്. വോട്ടുത്സവം.
CPM വിടുന്ന കാര്യം ആലോചിച്ചിട്ടില്ലെന്ന് KTDC മുൻ ചെയർമാൻ PK ശശി 24-നോട്. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ നിലപാട് തന്നെ വേദനിപ്പിച്ചുവെന്നും പിണറായി പിതൃതുല്യനാണെന്നും PK ശശി പറഞ്ഞു. 2020-ൽ ചേർന്ന അഖിൽ മാരാർ കോൺഗ്രസിനെതിരെ വിമർശനവുമായി രംഗത്തെത്തി. കോൺഗ്രസ് ആരെയും പരിഗണിക്കുന്നില്ല എന്നാണ് അഖിൽ മാരാരുടെ പരാതി. KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ചതിന് പിന്നാലെ PK ശശി CPIM വിട്ടേക്കുമെന്നുള്ള അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നു. ഇതിന് ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ ഷോയിൽ PK ശശിയുടെ പ്രതികരണം ഇങ്ങനെ: ഇതുവരെ അങ്ങനെ ഒരു കാര്യം ഞാൻ തീരുമാനിച്ചിട്ടേയില്ല. ഇപ്പോൾ ഈ നിമിഷം വരെ ഒരു UDF നേതാവുമായും ഞാൻ ചർച്ച ചെയ്തിട്ടില്ല. അതിൻ്റെ അർത്ഥം UDF നേതാക്കന്മാരെ മുഖാമുഖം കണ്ടിട്ടില്ല എന്നല്ല. ഒരു രാഷ്ട്രീയ കാര്യങ്ങളും ഞാൻ ഇതുവരെ അവരുമായിട്ട് പങ്കുവച്ചിട്ടില്ല. ഒരു രാഷ്ട്രീയ കാര്യവും അവരുമായിട്ട് സംസാരിച്ചിട്ടില്ല. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ നിലപാട് തന്നെ വേദനിപ്പിച്ചു. പിണറായി വിജയൻ പിതൃതുല്യനെന്നും PK ശശി. വിജയേട്ടനുമായിട്ടുള്ള ബന്ധമെന്ന് പറയുന്നത് കുറേ വർഷങ്ങളുടെ ബന്ധമാണ്. ഒരു വ്യക്തിപരമായിട്ടുള്ള ബന്ധത്തിൽ യാതൊരു പോറലോ പൊട്ടോ ഉണ്ടായിട്ടില്ല. 100% വ്യക്തമായിട്ട് ഞാൻ പറയുന്നു. ഞാൻ അദ്ദേഹത്തെ പറ്റി പറയാറുള്ളത് എൻ്റെ പിതൃതുല്യനാണെന്നാണ്. വിമതരുടെ കൺവെൻഷനിലേക്ക് ക്ഷണം ലഭിച്ചേക്കാമെന്നും PK ശശി 24-നോട് പറഞ്ഞു. കോൺഗ്രസ് ആരെയും പരിഗണിക്കുന്നില്ലെന്നാണ് കഴിഞ്ഞ ദിവസം 2020-ൽ ചേർന്ന ബിഗ് ബോസ് താരം അഖിൽ മാരാരുടെ പ്രതികരണം. താൻ എല്ലായിടത്തും സുപരിചിതൻ. ഒരു നമ്മുടെ ജന്മനാട്ടിൽ എന്തെങ്കിലും ചെയ്ത് ആ നാട്ടിലൊരു മാറ്റം കൊണ്ടുവരാൻ ഏതൊരാളാണ് ആഗ്രഹിക്കാത്തത്? രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും അതൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അത് ആഗ്രഹമാണ്. ആ ആഗ്രഹം അങ്ങനെ തന്നെ നടത്തിയെടുത്താൽ തീർച്ചയായിട്ടും കൊട്ടാരക്കരയുടെ ശബ്ദമായി മാറുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമേ ഉള്ളൂ. അതേസമയം കൊട്ടാരക്കരയിൽ 2020 സ്ഥാനാർത്ഥിയായി അഖിലിനെ പരിഗണിക്കുമെന്ന വാർത്തകൾ BJP കൊല്ലം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് രാജീവ് പ്രസാദ് തള്ളി. റിസർച്ച് ഡെസ്ക് 24. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സര സാധ്യത തള്ളാതെ അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൾ മറിയ ഉമ്മൻ പാർട്ടി മത്സരിക്കണമെന്ന് പറഞ്ഞാൽ അപ്പോൾ ആലോചിക്കും. സ്ഥാനാർത്ഥിയായി തന്റെ പേര് പ്രചരിക്കുന്നതിലെ കാരണം അറിയില്ല. മത്സരിക്കുമെന്ന് പ്രചരിക്കുന്ന വാർത്തകളിൽ ദുഷ്ടലാക്ക് കാണുന്നില്ല എന്നും മറിയ ഉമ്മൻ 24-നോട് പറഞ്ഞു. 24-ന്റെ ഫോർ ദ പീപ്പിൾ അഭിമുഖ പരിപാടിയിലായിരുന്നു പ്രതികരണം. ഞാനും വാർത്തകളിൽ കണ്ടു, ഓൺലൈൻ വാർത്തയിൽ യൂട്യൂബിലെല്ലാം കണ്ടു. പക്ഷേ എനിക്കതിൻ്റെ സത്യാവസ്ഥയെപ്പറ്റി ഞാനത് അറിഞ്ഞിട്ടേ ഇല്ല. അതെല്ലാം ദുഷ്ടലാക്കോടുകൂടി ചെയ്ത് എനിക്കതിനെ പറ്റി അറിയത്തില്ല. ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട്, പക്ഷേ അതെല്ലാം ദുഷ്ടലാക്കോടുകൂടിയാണോ എന്ന് പറയാൻ എനിക്ക് സാധിക്കത്തില്ല. ഞാൻ ബിഗ് നോ ടു പൊളിറ്റിക്സ് എന്ന് ഞാൻ പറഞ്ഞില്ല. ഇപ്പൊ തൽക്കാലം ഞാൻ അതിനൊരു ഉത്തരം പറയുന്നില്ല. അതെ, ആരെങ്കിലും ഈ പറഞ്ഞവരിൽ നിന്ന് എവിടെന്നെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടാകട്ടെ, അപ്പോഴല്ലേ നമുക്കതിനെ പറ്റി ചിന്തിക്കേണ്ട കാര്യം. ഡൽഹി യാത്രയിലും പ്രതികരണവുമായി മറിയ ഉമ്മൻ വ്യക്തിപരമായ ആവശ്യത്തിനാണ് പോയത്. സാമൂഹിക സേവനവുമായി ബന്ധപ്പെട്ട പരിപാടികൾക്ക് വേണ്ടിയാണ് മതനേതാക്കളെ കണ്ടതെന്നും മറിയ ഉമ്മൻ വ്യക്തമാക്കി. ഡൽഹി പോയത് ഒരു പേഴ്സണൽ വിസിറ്റ് ആയിരുന്നു. അതിൽ ഞാനും ചാണ്ടിയും ഞങ്ങൾ ഒരുമിച്ചാണ് പോയത്. പിന്നെ ബാക്കി ഈ മതമേലധ്യക്ഷന്മാരുടെ കാര്യങ്ങൾ ഏത് പരിപാടി ഏത് സ്ഥലത്ത് വെച്ച് ചെയ്താലും ആ പ്രാദേശികമായിട്ടുള്ള അവിടുത്തെ MLA MP അല്ലെങ്കിൽ അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ, പിന്നെ അവിടുത്തെ മതമേലധ്യക്ഷൻ, അത് തിരുമേനി ആയിക്കോട്ടെ, NSSന്റെ പ്രതിനിധികളായിക്കോട്ടെ, മറ്റ് മതങ്ങളുടെ ആയിക്കോട്ടെ, എപ്പോഴും എൻ്റെ പരിപാടികളിൽ മുഖ്യാതിഥികളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഇവരൊക്കെ. ഇതിൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ ഞാൻ ഇവരെ എല്ലാവരെയും മീറ്റ് ചെയ്യാറുണ്ട്, ക്ഷണിക്കാറുണ്ട്, അവർ വരാറുണ്ട്. അങ്ങനെ ഇവരുമായിട്ടെല്ലാം വളരെ സൗഹൃദമായ ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവരുടെ പരിപാടികളിലും എന്നെ ക്ഷണിക്കാറുണ്ട്, ഞാനും പോകാറുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഞാൻ പോകുന്നതും കാണുന്നതും ഒക്കെ. സമത്വവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളില്ല എന്ന് മറിയ ഉമ്മൻ 24-നോട്. പിതാവ് ഉമ്മൻചാണ്ടി ഒരേപോലെയാണ് മക്കളെ കണ്ടത്. മത്സര രംഗത്ത് നിന്ന് മാറി നിൽക്കുമെന്ന് ചാണ്ടി ഉമ്മൻ പറഞ്ഞത് അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകനായതിനാലെന്നും മറിയ ഉമ്മൻ പറഞ്ഞു. ചാണ്ടി ഒരു അച്ചടക്കമുള്ള ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ്, MLA ആണ്. പാർട്ടിയാണ് അൾട്ടിമേറ്റ്ലി എല്ലാം തീരുമാനിക്കുന്നത്. അപ്പം ചാണ്ടി അതുകൊണ്ട് പറഞ്ഞതായിരിക്കാം. അതുകൊണ്ട് എനിക്കതിൻ്റെ ഞാൻ മനസ്സിലാക്കുന്നത് അവൻ ഇപ്പോൾ പാർട്ടി തീരുമാനിക്കുന്ന അനുസരിച്ച് പ്രവർത്തിക്കും എന്ന് പറഞ്ഞു എന്ന് മാത്രമാണ് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുക. ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ നോക്കുകയാണെങ്കിൽ അപ്പ ഞങ്ങളെ 3 മക്കളെയും ഒരുപോലെയാണ് കൺസിഡർ ചെയ്തിരുന്നത്. ചാണ്ടിയായിരുന്നല്ലോ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്ന വ്യക്തി. ഒരിക്കലും അപ്പ ഒരു രാഷ്ട്രീയത്തിൽ കൊണ്ടുവരാനോ അങ്ങനെ വഴിവിട്ട ഒരു സഹായം ചെയ്യാനോ അപ്പോൾ ഒരിക്കലും ഒരുങ്ങിയിരുന്നില്ല. അപ്പോൾ പൂർണ്ണ ഇക്വാലിറ്റി, അപ്പോൾ വീട്ടിൽ അങ്ങനെ ഒരു ഇക്വാലിറ്റി പ്രശ്നമേ ഉണ്ടായിട്ടില്ല. ഫോർ ദ പീപ്പിൾ അഭിമുഖത്തിന്റെ പൂർണ്ണ രൂപം ഇന്ന് വൈകിട്ട് 5 മണിക്ക് 24-ൽ കാണാം.
24 ബിഗ് ബ്രേക്കിംഗ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് നേതാക്കളുടെ വൻ സംഘത്തെ കേരളത്തിലേക്ക് അയക്കാൻ BJP കേന്ദ്ര നേതൃത്വം. വിവിധ സംസ്ഥാനങ്ങളിലെ ഭാരവാഹികൾ ഉൾപ്പെടെ 160 നേതാക്കളാണ് എത്തുക. 140 നിയമസഭാ മണ്ഡലങ്ങളിലും ഓരോരുത്തർക്ക് വീതം ഏകോപന ചുമതല. 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ 20 പേർക്ക് പ്രത്യേക ചുമതലയും നൽകും. വമ്പൻ മുന്നേറ്റം പ്രതീക്ഷിക്കുന്ന കേരളത്തിൽ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങാനാണ് BJP ദേശീയ നേതൃത്വത്തിന്റെ ഇലക്ഷൻ പ്ലാൻ. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി 160 അംഗ കേന്ദ്ര സംഘത്തെ ദേശീയ നേതൃത്വം നിയോഗിച്ചു. വിവിധ സംസ്ഥാനങ്ങളിലെ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളാണ് കേരളത്തിലേക്ക് എത്തുന്നത്. 140 നിയമസഭാ മണ്ഡലങ്ങളിലും ഓരോരുത്തർക്ക് വീതം ഏകോപന ചുമതല. 20 പാർലമെന്റ് മണ്ഡലങ്ങളിൽ 20 പേർക്ക് പ്രത്യേക ചുമതല. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ, പ്രചാരണം, സംഘടനാതല ഏകോപനം, ധനകാര്യ മാനേജ്മെന്റ് ഉൾപ്പെടെ നിർവഹിക്കുക ഇവരായിരിക്കും. പാർലമെന്റ് മണ്ഡലങ്ങളിൽ കേരളത്തിലെ മുതിർന്ന നേതാക്കൾക്കാണ് സഹചുമതല. നിയമസഭാ മണ്ഡലങ്ങളിൽ കേരളത്തിലെ സംസ്ഥാന ഭാരവാഹികൾക്കും ഇൻചാർജുമാർക്കും ഉൾപ്പെടെ സഹചുമതല നൽകും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നേറിയ 36 മണ്ഡലങ്ങളിൽ 31 BJPയുടെ A+ മണ്ഡലങ്ങളായാണ് കണക്കാക്കുന്നത്. ഇവിടങ്ങളിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കും. എന്നാൽ 140 നിയമസഭാ മണ്ഡലങ്ങളിലും മികച്ച പ്രകടനം നടത്തണമെന്ന് കേരളത്തിലെത്തിയ ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ സംസ്ഥാന നേതൃത്വത്തോട് നിർദ്ദേശിച്ചിരുന്നു. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം പൂർത്തിയാക്കി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. കരട് വോട്ടർ പട്ടികയിൽ നിന്ന് 1,50,000 പേരാണ് പുറത്താവുക. 2.69 കോടി വോട്ടർമാരാണ് അന്തിമ പട്ടികയിൽ ഇടം നേടിയത്. ഡിസംബറിൽ പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയിൽ 24 ലക്ഷം പേർ പുറത്തായിരുന്നു. മരിച്ചവർ, വിദേശ പൗരത്വം സ്വീകരിച്ചവർ ഉൾപ്പെടെ 53,229 പേർ കൂടി ഹിയറിംഗിനു ശേഷം വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവായി. കൂടാതെ കരട് പട്ടികയിൽ നിന്ന് 15,11,292 വോട്ടർമാരുടെ വർധനവും കൂടിച്ചേർത്താണ് 2,69,53,644 പേർ അന്തിമ പട്ടികയിൽ ഇടം നേടിയത്. 4,24,518 പുതിയ വോട്ടർമാരും ഇതിൽ ഉൾപ്പെടുന്നു. അന്തിമ വോട്ടർ പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. അന്തിമ വോട്ടർ പട്ടികയുടെ പ്രസിദ്ധീകരണം നാളെ നടക്കുന്നതായിരിക്കും. അതിനൊപ്പം എല്ലാ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള നാഷണൽ പാർട്ടി, സ്റ്റേറ്റ് പാർട്ടീസിന് വേണ്ടിയിട്ടുള്ള ഫിസിക്കൽ കോപ്പി ഓഫ് ദ ഇലക്ട്രൽ റോൾ അതായത് മണ്ഡലത്തിലും ജില്ലാ തലത്തിലും അത് പൊളിറ്റിക്കൽ പാർട്ടീസിന് നൽകുന്നതായിരിക്കും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക താരതമ്യപ്പെടുത്തിയാൽ 30 ലക്ഷത്തോളം പേരെ SIR-നു ശേഷം വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതായി CPIM പ്രതിനിധി MV ജയരാജൻ ആരോപിച്ചു. നമ്മൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയുടെ കണക്കുമായി താരതമ്യം ചെയ്താൽ ഒരു 30 ലക്ഷത്തിന്റെ വ്യത്യാസം കാണുന്നു. അത്രയും വ്യത്യാസം വരാനടിയില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അന്ന് വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരുന്നത് 2,84,30,761 അവർ പ്രസിദ്ധീകരിച്ച കണക്ക് പ്രകാരം. ഒരു കുടുംബത്തിലെ പലരും പല ക്രമ നമ്പറിലാണ് കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളതെന്നും അന്തിമ വോട്ടർ പട്ടികയിൽ പ്രശ്നം പരിഹരിക്കണമെന്നും കോൺഗ്രസ് പ്രതിനിധി PC വിഷ്ണുനാഥ് ആവശ്യപ്പെട്ടു. നാളെ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷം രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വീണ്ടും വിളിക്കുമെന്നും ആരോപണങ്ങൾ പരിശോധിക്കുമെന്നും രത്തൻ യു ഖേൽക്കർ മറുപടി നൽകി. 24 തിരുവനന്തപുരം. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ക്ഷാമബത്ത കൂട്ടി ഉത്തരവ്. 10% കൂടി വർദ്ധിപ്പിച്ചാണ് ഉത്തരവ്. ഇതോടെ ആകെ ക്ഷാമബത്ത 35%. കഴിഞ്ഞ മാസം 3% വർദ്ധിപ്പിച്ചിരുന്നു. ആകെ 13% കുടിശ്ശിക. ഇത് പൂർണ്ണമായി കൊടുത്തു തീർക്കുമെന്ന് കഴിഞ്ഞ ബജറ്റിൽ ധനമന്ത്രി KN ബാലഗോപാൽ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ വർദ്ധിപ്പിച്ച 10% DA മാർച്ച് മാസത്തെ ശമ്പളത്തോടൊപ്പം മാത്രമേ ലഭിക്കൂ. 2020 ലോകകപ്പിലെ ഗ്രൂപ്പ് റൗണ്ട് മത്സരങ്ങൾക്ക് ഇന്ന് സമാപനം. രാത്രി 7-ന് നടക്കുന്ന മത്സരത്തിൽ ഓസ്ട്രേലിയ ഒമാനെ നേരിടും. ഈ ലോകകപ്പിലെ ഇതുവരെയുള്ള ഏറ്റവും വലിയ ഞെട്ടലാണ് മൈറ്റി ഓസീസിന്റെ ഗ്രൂപ്പ് റൗണ്ട് എക്സിറ്റ്. സിംബാബ്വേക്കും ശ്രീലങ്കയ്ക്കുമെതിരെയായിരുന്നു മുൻ ചാമ്പ്യന്മാരുടെ തോൽവികൾ. ജയിക്കാനായത് അയർലൻഡിനോട് മാത്രം. പാറ്റ് കമ്മിൻസിന്റെയും ജോഷ് ഹേസൽവുഡിന്റെയും പരിക്കിന് പഴിചാരാമെങ്കിലും ഓസ്ട്രേലിയ അത് കാരണമാക്കുന്നത് ശരിയല്ലെന്നാണ് ഇതിഹാസ താരങ്ങൾ അടക്കമുള്ളവരുടെ വിമർശനം. എതിരാളികളെ വില കുറച്ച് കണ്ടതും ടീം സെലക്ഷനുമൊക്കെ കങ്കാരുക്കൾക്ക് കാലിടറി. അവസാന ഗ്രൂപ്പ് പോരിൽ ഒമാനെ തോൽപ്പിച്ച നാണക്കേടിന്റെ ഭാരം കുറയ്ക്കാനാകും ഇനി ശ്രമം. സ്റ്റീവ് സ്മിത്തിന് ഈ മത്സരത്തിൽ അവസരം കിട്ടുമോ എന്ന് കണ്ടറിയണം.
അതേസമയം ഓസ്ട്രേലിയയെ അട്ടിമറിക്കാമെന്ന അതിമോഹമൊന്നുമില്ലെങ്കിലും സമ്പൂർണ്ണ തോൽവിയുടെ നാണക്കേട് ഒഴിവാക്കാനായിരിക്കും ഒമാന്റെ മോഹം. കഴിഞ്ഞ ലോകകപ്പിൽ ഇരു ടീമുകളും ഏറ്റുമുട്ടിയപ്പോൾ 39 റൺസിനായിരുന്നു ഓസ്ട്രേലിയയുടെ ജയം. സ്പോർട്സ് ഡെസ്ക് 24. 1PM ന്യൂസ് പൂർണ്ണമാകുന്നു.